സർക്കാർ പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടും സർക്കാർ പരസ്യം വ്യാപകമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. പരസ്യം നീക്കം ചെയ്യാൻ നടപടിയെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നു. പെരുമാറ്റച്ചട്ടത്തിന്റെ ഗുരുതരമായ ലംഘനമെന്നും വി.ഡി. സതീശൻ ആരോപിച്ചു. കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി. അടൂർ RDOയുടേതാണ് നടപടി. വ്യാജവിലാസം ചൂണ്ടിക്കാട്ടിയ പരാതിയിൽ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിയതിനു പിന്നാലെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മയെ നീക്കിയത്. മേൽവിലാസം ഉപയോഗിച്ചു എന്ന പരാതിയിൽ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഇതേ പരാതിക്കാരൻ നൽകിയ പരാതിയിലാണ് വോട്ടർ പട്ടികയിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് നീക്കം ചെയ്തത്. അടൂർ RDO ആണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയത്. റദ്ദാക്കപ്പെട്ട റേഷൻ കാർഡിലെ മേൽവിലാസത്തിലാണ് വോട്ടർ പട്ടികയിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരുണ്ടായിരുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും പേര് വെട്ടിയതോടെ അയോഗ്യതാ ഭീഷണിയും ശ്രീനാദേവി നേരിടുന്നു. കളക്ടർക്ക് അപ്പീൽ നൽകാനും ഹൈക്കോടതിയെ സമീപിക്കാനുമാണ് ശ്രീനാദേവിയുടെ നീക്കം. CPIയുടെ രാഷ്ട്രീയ പകപോക്കലെന്നായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പ്രതികരണം. കാർഡുടമയുടെ മകൻ ശ്യാംജിത്ത് S. പിള്ളയാണ് വ്യാജരേഖ ചമച്ചുവെന്നാരോപിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി നൽകിയത്. കാർഡുടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകളെന്ന് സൂചിപ്പിച്ചാണ് റേഷൻ കാർഡിൽ ശ്രീനാദേവി പേര് ചേർത്തിരുന്നത്. എന്നാൽ കാർഡുടമയ്ക്ക് ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലെന്നും കാർഡുടമ 2024 സെപ്റ്റംബർ 18 മരിച്ചുവെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനം, പത്തനംതിട്ട.